ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വഴിയോര കച്ചവടം, അതായത് വഴിയോര കച്ചവടത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. എവിടെയാ സുഹൃത്തെ വീട്? കൊല്ലത്ത് കേട്ടോ. കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം ജില്ലയിൽ പൈനാപ്പിൾ കച്ചവടമായിട്ട് വന്നതാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി പോവുകയാണ്. അപ്പൊ സുഹൃത്തെ, ഈ പൈനാപ്പിളിന് എത്ര രൂപയാണ്? അപ്പൊ സുഹൃത്ത് പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടല്ലോ അല്ലേ? അപ്പം ക്വസ്റ്റ്യൻ ഇതല്ല, ഇനി ക്വസ്റ്റ്യൻ ഉണ്ട്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് വഴി പോകും തോറും കാഴ്ചകൾ കണ്ടുപോകാം. അപ്പൊ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നാ പിന്നെ ഓക്കെ. ഞാൻ റോഡ് മുറിച്ച് കടന്ന് ദേ അപ്പുറത്ത് ഒരു കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. തണുത്ത് എന്തെങ്കിലും കുടിക്കാനായിട്ടാണ് ഇവിടെ കയറിയത്. അപ്പോഴുണ്ട് ഒരു ചോക്ലേറ്റ് എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടോ. തടി കുറയ്ക്കാനാണോ കൂട്ടാനാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു ചോക്ലേറ്റ് കയ്യിലെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ദേ ഒരു പൈനാപ്പിൾ ജ്യൂസും പപ്സുമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. നല്ല ചൂട് പപ്സും തണുത്ത പൈനാപ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്തായാലും നല്ല കോമ്പിനേഷനാണ് അല്ലേ? എന്തായാലും നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വെറൈറ്റി ആണെന്നേ. അത് വീണ്ടും വീണ്ടും പറഞ്ഞു പോവുകയാണ്. നല്ല അടിപൊളിയായിട്ട് വൈബായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് കേട്ടോ. എന്തായാലും കഴിച്ച് തീരാറായപ്പോഴും എൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞ് ഓടി ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അവനോടും അല്പനേരം കുശലം അന്വേഷിച്ചിട്ട് അവനോട് യാത്ര പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, സുഖമാണല്ലോ അല്ലേ? അപ്പം ഞാനിന്ന് വെറൈറ്റി കാഴ്ചയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. കനകക്കുന്ന് കൊട്ടാരം, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്ന് കൊട്ടാരം കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതേ വന്നപ്പോൾ മുടിഞ്ഞ മഴയും കേട്ടോ. നല്ല വെയിലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഇവിടെ വന്നപ്പോഴേ മഴ നമുക്ക് ആവശ്യമാണല്ലേ. എന്തായാലും ഇവിടെ മുഖ്യമന്ത്രി വരുന്നത് കൊണ്ട്, വൈകുന്നേരം വരുന്നത് കൊണ്ട് ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാം നടക്കുകയാണ്. എന്തായാലും കുഞ്ഞു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാനേ. അപ്പം കൂടെ പോകുന്നോളൂ. അതെ, അപ്പോൾ നമ്മൾ മെയിൻ ഗേറ്റ് വഴി ഉള്ളിലോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. മഴയോ വെയിലോ പ്രണയ ജോഡികൾ അവിടെ കുടയും പിടിച്ച് എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. മഴയതിലൊരു പ്രണയം കണ്ടോ, ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. ഇന്നലെ രാത്രി മഴയായിരുന്നു എന്നൊക്കെ പറഞ്ഞ കേട്ടു. ഇതൊന്ന് നോക്കിക്കേ, പ്ലാസ്റ്റിക് സാധനമാണ് കേട്ടോ ഇത്. അതായത് വേസ്റ്റായ സാധനങ്ങൾ കൊണ്ടുള്ള ഒരു കലാവിരുത്. ഇതെന്താണ് ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും വേണ്ടാത്ത വേസ്റ്റ് സാധനങ്ങളാണ് അല്ലേ? ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാഴ്ചകൾ തീർന്നിട്ടില്ല. മഴ ആയതുകൊണ്ട് സത്യം പറയാൻ കുറേ നേരം നമ്മൾ ഒതുങ്ങിയിരുന്നു കേട്ടോ ഒരിടത്ത്. ഇനി നമുക്ക് കാഴ്ചകൾ വീണ്ടും കാണാനായിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. വിശാലമായ പാർക്കുണ്ട് കേട്ടോ. നമുക്ക് ഇരിക്കാനായിട്ട് നല്ല സജ്ജീകരണങ്ങൾ ഈ കനകക്കുന്ന് കൊട്ടാരത്തിലുണ്ട്. ഞാൻ കുട്ടിക്കാലത്തിൽ വന്ന ഒരു ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നീട് ഞാൻ വന്നിട്ടില്ല. അതിനുശേഷം രണ്ടാം പ്രാവശ്യം സ്വന്തം ജില്ലയായ തിരുവനന്തപുരത്ത് ഈ കനകക്കുന്ന് കൊട്ടാരം കാണാൻ വരുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. എന്നെപ്പോലെ ഒരുപാട് വീട്ടമ്മമാർ ഒരിക്കൽ പോലും കാണാൻ വരാത്തവർ കാണുമായിരിക്കും. അങ്ങനെയുള്ളൊരു കമൻറ്റ് ബോക്സ് മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു ബട്ടർഫ്ലൈ കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ബട്ടർഫ്ലൈ ചെയ്ത് വെച്ചേക്കുന്ന പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ്. പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. നമ്മുടെ 50 പൈസ 1 രൂപ കവറൊക്കെ അല്ലേ, പ്ലാസ്റ്റിക് കവർ കൊണ്ടാണ് ബട്ടർഫ്ലൈ. നല്ല രീതിയിൽ സൂപ്പറായിട്ടുണ്ടല്ലേ. കുട്ടിക്കാലത്തെ ഓർമ്മകളുമായിട്ടാണ് ഞാൻ ഈ കനകക്കുന്ന് കൊട്ടാരത്തിൽ ഓടി നടന്ന് കാഴ്ചകൾ കാണുന്നത് കേട്ടോ. 2ലോ 3ലോ പഠിക്കുന്ന ആ ടൈമിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ പോലും തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് വന്നിട്ടില്ല. അതും കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഇപ്പോഴും കാഴ്ചകൾ കാണാനായിട്ട് ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യ. എൻ്റെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ ഓരോ കാഴ്ചകളും കാണുന്നത്. വലിയ സന്തോഷം തോന്നി കേട്ടോ എനിക്ക് ഈ കൊട്ടാരത്തിൽ വരാനും ഇത് കാണാനും ഒക്കെ, നിങ്ങളിലും അത് ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ട്. എന്തായാലും ഞാനൊരു കുഞ്ഞു കുട്ടികളെ പോലെ പാറി പറന്നത് ഈ പുൽമേടയിൽ കൂടെ നടക്കുകയാണ് കേട്ടോ. ചെറിയ ചാറ്റൽ മഴയുണ്ടെങ്കിൽ പോലും അത് ആസ്വദിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് നടന്ന് നീങ്ങുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് കേട്ടോ, കുപ്പികൾ കൊണ്ട് എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ടോ. ആ ഒരു ഭംഗി നോക്കിക്കേ, നല്ല രസമുണ്ട് കേട്ടോ. എന്താണെന്നൊന്നും അറിയില്ല, എന്നാലും പ്ലാസ്റ്റിക് കുപ്പിയാണ് ഇതിൽ മൊത്തം ഉള്ളത്. അത് കഴിഞ്ഞ് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഇതെന്താ സംഭവമെന്ന്. ഇതേ നോക്കിക്കേ, കുർജ് ഖലീഫയുടെ അത്ര അതിന് കഴിഞ്ഞും പൊക്കത്തിലുള്ള ഒരു തൂണാണ് കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. അതെന്താണെന്ന് എനിക്കും അറിയില്ല കേട്ടോ.
കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നണോ? ടാർക്കനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് ചാക്കുകൾ കൊണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഈ നഖം, ഈ കാലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേടാ. എനിക്ക് ആദ്യം മാറിപ്പോയി ഇതെന്താണെന്നുള്ളത് കേട്ടോ. ഇതിനടുത്ത് വന്നപ്പോഴാണ് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം കനകക്കുന്ന് കൊട്ടാരത്തിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ, ഇത്രയും ഭംഗിയായിട്ട് ചെയ്ത് വെച്ചേക്കുന്നല്ലേ. ഇതുവഴിയാണ് നമുക്ക് ഇനി കൊട്ടാരത്തിനകത്തോട്ട് പോകേണ്ടത് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ പണ്ടെങ്ങാണ്ട് വന്നൊരു ഓർമ്മയുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ ഈ പരിസരത്തിലോട്ട് വന്നിട്ടില്ല. ചുറ്റി കാണാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഉണ്ട് കേട്ടോ, ഒരുപാട് പ്ലേസ് ഉണ്ട് ചുറ്റി കാണാനായിട്ട് ഇതിനകത്തുണ്ട്. നല്ല എൻ്റർടൈൻമെൻറ്റിനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. എൻട്രി പാസ്സൊന്നുമില്ല, നമുക്ക് വരാം, എപ്പോൾ വേണമെങ്കിലും പോകാം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. വീണ്ടും ഞാൻ ഇതേ പടിക്കെട്ടുകൾ കയറി മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ്. മുകളിലോട്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാരം കാണാനുള്ള ആകാംക്ഷയോടാണ് ഞാൻ മുന്നോട്ട് നടന്ന് നീങ്ങുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വെറൈറ്റി, ഒരു മനസ്സിന് കുളിർമയേകുന്ന കാഴ്ച വിശേഷങ്ങളൊക്കെ ഈ കനകക്കുന്ന് കൊട്ടാരത്തിലുണ്ടെന്നേ. അപ്പോൾ പിന്നെ നമ്മൾ കുറേ സ്റ്റെപ്പുകളൊക്കെ നടന്ന് ഞാനിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴേ കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരം കേട്ടോ, അങ്ങനെ എഴുതി നമ്മുടെ ഒരു ആർച്ച് പോലെയൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി, ഇന്ന് വൈകുന്നേരം അല്ലേ മുഖ്യമന്ത്രിയുടെ പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അതിന് 4-ാം വർഷത്തെ വാർഷിക ആഘോഷമാണോ? അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് അതിനകത്തോട്ട് പോകാം കേട്ടോ. അതിനകത്ത് എന്താണ് വിശേഷം എന്നൊക്കെ, ബാക്കി വിശേഷമൊക്കെ നമുക്കത് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ ഇവിടെ കൂടിക്കള കേട്ടോ. അതെ, അപ്പോൾ പിന്നെ ഞാൻ ഉള്ളിലോട്ട് കയറുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഒരുപാട് കാഴ്ച വിശേഷങ്ങൾ ഇതിനകത്ത് തന്നെയുണ്ട് കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ഈ കനകക്കുന്ന് കൊട്ടാരത്തിൽ ഈ വാർഷികത്തിനോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാനും എന്ത് പറയാനാണ്, ലഹരി വിമുക്ത കേരളം എന്നുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം നമ്മളാണ് എന്നുള്ള ആപ്തവാക്യമാണ് അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞത് കുട്ടികൾക്കുള്ള കളിക്കാനായിട്ടുള്ള മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിച്ചു. ഇവിടെ എനിക്ക് തോന്നുന്നു ആരോഗ്യ പ്രവർത്തനം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നാണ് തോന്നുന്നത്. കാരണം ലഹരി വിമുക്ത കേരളം ഒരുപാട് സ്ഥലങ്ങളിൽ ലഹരിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ മുന്നോട്ട് നടന്ന് നീങ്ങും തോറും കണ്ടോ, എന്നൊരാൾ വിളിക്കുകയാണ് കേട്ടോ. ഞാൻ ഓടി അടുത്ത് പോയപ്പോഴേക്കും എന്നോട് പറഞ്ഞു ഒരു ക്വിസ് കോമ്പറ്റീഷനാണ്, അതായത് നമ്മുടെ ലഹരിയെക്കുറിച്ചുള്ള ലഹരി വിമുക്ത കേരളത്തിൻ്റെ ഒരു ഇതാണ്. അതുകൊണ്ട് എന്തായാലും ഒരു നിങ്ങളുടെ പേരും നമ്പരും ഒക്കെ ഇതിലൊന്ന് എഴുതി ഇടാവോ എന്ന് ചോദിച്ചു. ഞാൻ എന്തായാലും അവിടെ എഴുതി കൊടുത്തതിന് ശേഷം വന്ന് കണ്ടത് ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ള ഒരു നല്ല ഒരു ഇൻഫർമേഷനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കാണാനായിട്ട് ഞാൻ ഇവിടെ കയറിയിട്ടുണ്ട്. എല്ലാം നിറം കുറഞ്ഞ ഐറ്റമാണ്, ഇത് നിറം കൂടിയത്. അതുപോലെ വിറ്റാമിനുകളും ധാതുക്കളും സമ്പുഷ്ടമായ മില്ലറ്റുകൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തി ആരോഗ്യം സംരക്ഷിക്കുക. ഇതൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. ഞാൻ മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ചെറുധാന്യങ്ങൾ ഏറ്റവും ബെസ്റ്റാണ് എന്ന് ഉള്ളത്. ഷവർമ കളക്ഷൻ സ്റ്റോർ സജ്ജീകരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലുള്ള ഫുഡുകൾ കഴിവതും നമ്മൾ കഴിക്കാണ്ടിരിക്കുക എന്നുള്ള ഒരു അറിയിപ്പാണ് കേട്ടോ. അത്രയും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി കാഴ്ചകളിലേക്ക് അങ്ങോട്ടുണ്ടോടാ, കുറച്ചുണ്ടോ കാണാനായിട്ട്? ഇതുവഴിയാണോ പോകേണ്ടേ? അപ്പോൾ പിന്നെ തിരിച്ച് നമുക്ക് ഇതുവഴി പോകാം. അതെ, അപ്പോൾ പിന്നെ ഈ വഴി കണ്ടോ, ഈ വഴിയിൽ കൂടെ ഞാനിങ്ങനെ നടന്ന് മുന്നോട്ട് നീങ്ങുകയാണ് കേട്ടോ. കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് കാണണ്ടേ. ഇതിനകത്തൊന്നും കയറാനൊന്നും പറ്റത്തില്ല, ഫുള്ളായിട്ട് നമുക്ക് പുറത്ത് നിന്ന് തന്നെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പുറത്ത് നിന്ന് തന്നെയാണ് നമുക്കും കാണാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും കണ്ടോ, ഇതാണ് കേട്ടോ ഫൈനലായിട്ട് നമ്മുടെ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഫുൾ പോർഷനായിട്ട് ഉള്ളത് കേട്ടോ. ഞാൻ എന്തായാലും ഇതിനകത്ത് കയറി വന്നപ്പോഴാണ് എനിക്കിതിൻ്റെ സമ്പൂർണ്ണമായിട്ട് കാണാൻ പറ്റിയിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഫോട്ടോഷൂട്ടിനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ, റീൽസ് എടുക്കാനും ഒക്കെ. ടിക്കറ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും വേണമെങ്കിലും ആൾക്കാർ വന്നു പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ്, അടിപൊളിയായിട്ടുള്ള വൈബായിട്ടുള്ള ഒരു സ്ഥലം വീണ്ടും പറഞ്ഞു പോവുകയാണ്. പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ, പൊളി വൈബാന്നേ.
അതെ, അപ്പോൾ പിന്നെ എനിക്കിവിടെ കാണാൻ സാധിച്ചത് നമ്മുടെ കൈത്തറി കേട്ടോ. ബാലരാമപുരം കൈത്തറികളുടെ നാടല്ലേ. കൈത്തറിയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് ദേ അങ്ങോട്ട് നീങ്ങുമ്പോഴാണ് കയറുൽപ്പന്നങ്ങളും ചകിരിയും ഒക്കെ ആയിട്ട് അത് ഉൽപ്പാദിപ്പിക്കുന്ന രീതികളും. വിൽപ്പനാ കേന്ദ്രമല്ല ഇതിപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഈ വാർഷികത്തിനോട് അനുബന്ധിച്ച് ഇവിടെ കുറേ സാധനങ്ങൾ കൊണ്ട് കാഴ്ച വസ്തുക്കളായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇവിടെ വിൽപ്പന നടക്കുന്നില്ല. വിൽപ്പനയ്ക്ക് ഇവർക്ക് സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെ പോയാൽ മാത്രമേ നമുക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇത് മാറ്റ് നമ്മൾ എന്ത് പറയാനാണ്? ഇത് ചെടിച്ചട്ടി ഒരിക്കൽ കൂടെ കാണിച്ചു കൊടുത്തേടാ. ചെടിച്ചട്ടി ഇത് അതിങ്ങടുത്ത ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നത് ഇതേ കണ്ടോ. പൂക്കളൊക്കെ കൊണ്ട് എന്ത് പറയാനാണ് ക്ഷേത്രത്തിൽ പോകാനായിട്ട് കയർ ഉൽപ്പന്നത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കലാവിരുത് പറയാണ്ടിരിക്കാൻ വയ്യ, അത്രയ്ക്കും നല്ല ഭംഗിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് എവിടെയാണ്, ഏത് സ്ഥലമാണ്, എവിടെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തിടാം അല്ലേ. അപ്പോൾ ഒരു നാട്ടിൽ ഞാൻ പോകുന്നതായിരിക്കും. അപ്പോൾ പിന്നെ കണ്ടോ, 5 തെങ്ങ് തരം കയറുൽപ്പന്നങ്ങളാണ്. ഇതാ കണ്ടോ, വൈക്കം കയറ്, മുപ്പിരി കയറിൽ തന്നെ പല ആയിട്ടുണ്ട്. എനിക്ക് ഒരു കയറ് അറിയാം. 5 തെങ്ങ് കയറ് തന്നെ ഞാൻ കേട്ടിട്ടുള്ളൂ. മുപ്പിരി കയറ്, വൈക്കം കയറെന്നൊന്നും ഞാനും കേട്ടിട്ടില്ല കേട്ടോ. അപ്പം കണ്ടോ, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എന്തായാലും എനിക്കിത് ചെടിച്ചട്ടിയൊക്കെ വെക്കാനായിട്ട് ആയാലും നമുക്ക് സാധനങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട്ടിലെ ആൾക്കാർ ഈ അവിലൊക്കെ കൊണ്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടോ, എന്തായാലും ഇതിന് കൂടുതൽ വിശേഷങ്ങൾ ഇനി വരുന്ന വീഡിയോ. അതെ, ഞാൻ അടുത്ത് കാണാൻ വന്നിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഈ ജലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താ ഉള്ളതെന്ന്. അത് കഴിഞ്ഞ് എൻ്റെ കേരളം സുന്ദര കേരളം എന്ന ബോർഡും തലോടിക്കൊണ്ട് മുന്നോട്ട് നടന്ന് നീങ്ങിയപ്പോൾ നല്ലൊരു കുടിലാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഓല കുടിൽ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരുപാട് പേര് വന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഓലക്കുടിൽ 4 ചുറ്റും നോക്കിയൊക്കെ ശേഷം ഇവിടെ കൃഷി വകുപ്പാണ് കേട്ടോ. നമ്മുടെ ഇതൊക്കെ കണ്ടോ, പച്ചയായ പുൽത്തടങ്ങളും നെൽകൃഷിയും ഒക്കെയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള അഗ്രികൾച്ചർ വിഭാഗമാണ് ഈ സ്ഥലത്തുള്ളത്. അത് കാണാൻ കാഴ്ചകളാണെങ്കിൽ ഞാൻ പറയേണ്ടതില്ലല്ലോ, ഒരുപാടുണ്ട് കേട്ടോ. എന്തായാലും ഒത്തിരി നേരം നിന്ന് താമസിക്കാതെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് ചെണ്ടമേളമൊക്കെ കണ്ടിട്ട് ഉച്ചയൂണ് പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല. അത്രത്തോളം ഞങ്ങൾക്ക് കാണാൻ ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ. കാഴ്ചകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഊണ് കഴിക്കുന്ന കാര്യം മറന്നിട്ടുണ്ട്. എന്തായാലും ഞാനിതാ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. അതെ, അപ്പോൾ പിന്നെ നിങ്ങൾക്കും എനിക്കും ഇഷ്ടപ്പെട്ട ഉഴുന്നുവട തന്നെയാണ് ഞാനിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഉഴുന്നുവടയും നല്ല ചൂട് ചായയും കഴിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര എന്ന് കരുതി എന്തായാലും ഞാൻ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. നല്ല ഉഴുന്നുവട, നല്ല മുരിഞ്ഞ ഉഴുന്നുവടയും ചൂട് ചായയും ആസ്വദിച്ച് തന്നെ കഴിക്കുന്നു. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയും ഉണ്ട്. എങ്കിലും ഞാനിവിടെ അല്പനേരം വിശ്രമിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര എന്ന് കരുതി ഒരു ചായയും ഉഴുന്നുവടയും വാങ്ങി കടയുടെ ഓരത്തിരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ കണ്ടോ ഉഴുന്നുവട, നല്ല ചൂടുകൊണ്ട് നല്ല മുരിഞ്ഞ ഉഴുന്നുവടയാണ്. അപ്പോൾ പിന്നെ നമുക്കിനി കഴിച്ചിട്ടാവാം അടുത്ത വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ ഞാനിവിടെ എത്തിപ്പെട്ടപ്പോൾ അതേ കണ്ടോ മുളയരി കേട്ടോ. മുളയരിയുണ്ട്, നമ്മുടെ റാഗി പൊടിയുണ്ട്, അത് മസാല കൂട്ടുകളുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് വയനാടാണ്, ഗാന്ധി ഗ്രാമം വയനാട്ടിൽ നിന്നാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വരുന്നത്. എന്തായാലും എനിക്ക് വേണ്ടത് കണ്ടോ വൻതേനാണ് കേട്ടോ. ഇനി എൻ്റെ വീഡിയോ കാണാവോ? യൂട്യൂബ് എടുക്ക്. ഓ, ഇന്ന് മുതൽ എൻ്റെ വീഡിയോ കാണാവോ? സന്ധ്യ ആയതുകൊണ്ട് പാർക്കിൽ
കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളുടെ പാർക്കാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്ഥലമാണ്? അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞാനുള്ളത്. ഇവിടുത്തെ പാർക്കിലാണ്. കണ്ടോ, അരുവിക്കര ഡാം ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേ. മുമ്പൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതെന്നാലും ഒരിക്കൽ കൂടെ ആ ഡാമൊന്ന് കാണിച്ചു കൊടുത്തേ. പിന്നെ നമ്മുടെ ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ഞാൻ ഒരു വേനിനകത്തുനിന്ന് കുറേ സാധനങ്ങൾ ഞാൻ എടുത്തല്ലേ. അപ്പം എനിക്ക് ആവശ്യമുള്ള ഒരു സാധനം അതിനൊന്ന് എടുത്തിട്ടുണ്ട്. അത് എന്താണ് എന്ന് എടുത്ത് കൊണ്ടുപോകുകയാണ്. കണ്ടല്ലോ നിങ്ങൾ വീഡിയോയിൽ. അപ്പോൾ അത് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഒന്നിലധികം നമ്മുടെ വിജയികളുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെ വിജയൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ഞാൻ അവർക്ക് മസ്റ്റായിട്ടും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മറക്കണ്ട കേട്ടോ. അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം.